പത്തനംതിട്ട ജില്ലയിലെ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള കോന്നി ആനക്കൊട്ടിലാണ് നിൽക്കുന്നത്. ഈ ആനക്കൊട്ടിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്ഥാപിതമായത് 1810-ലാണ്. ഇവിടെ അവസാനമായിട്ട് ഒരു ആനയെ പിടിക്കുന്നത് 1977-ലാണ്. അതിനുശേഷവും ഇപ്പോൾ ഇവിടെ ആനകളൊക്കെ ഉണ്ട്. അത് പിന്നെ ആന അങ്ങനെ കാട്ടുപോയി പിടിക്കാറൊന്നുമില്ല. അത് സ്വാഭാവികമായി കുഴിയിൽ വീണോ അല്ലെങ്കിൽ അവശതയായിട്ടൊക്കെ വരുന്ന ആനകളെ കിട്ടുന്നതിനെ ഇവിടെ കൊണ്ട് സംരക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ഇത് ഇപ്പോൾ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനക്കൊട്ടിൽ ഇവിടെ പോകുന്നത്. ഇവിടെ എലിഫൻറ്റ് സഫാരി ഉണ്ട്, പിന്നെ കൊച്ചാനകളൊക്കെ ഉണ്ട്. ഇത് ഭക്ഷണമോ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? തടിയൊക്കെ വെക്കും. വല്ലപ്പോഴേക്ക് ഇതുപോലെയൊക്കെ ഇറങ്ങി നടന്ന കാഴ്ചകളൊക്കെ കാണണ്ടേ? നല്ല ആരോഗ്യമുള്ള ശരീരം വരും. നമുക്ക് ഈ ആനക്കൊട്ടിലെ കുറേ വിശേഷങ്ങൾ കാണാം. അത് മാത്രമല്ല, 2 കുഞ്ഞ് ആനകളൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടേക്കാം. കുറയാനൊന്നും പറ്റത്തില്ല. ഇതെയാ ഞാൻ പറഞ്ഞ കുഞ്ഞാനയുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതേ നിൽക്കുന്നു നമ്മളെ കുഞ്ഞാന. ഞാൻ പറഞ്ഞ ഒരു പിഞ്ചാനയാണ്, പിഞ്ച് കുഞ്ഞ്. ഈ ആനയെ കണ്ടു കഴിഞ്ഞാലും കടൽ കണ്ടു കഴിഞ്ഞാലും ഒരിക്കലും ബോറടിക്കത്തില്ല. എത്ര വേണമെങ്കിലും നോക്കി നിന്നു പോവും. അപ്പോൾ പക്ഷെ നമുക്ക് സമയമില്ല, അന്നവിചാരം. അപ്പോൾ ഇനിയും കുറച്ച് ആനക്കൂട്ടുകാരിവിടെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാം. വരൂ. എൻ്റെ അമ്മേ, ഇതാ നോക്കിയേ, ഇതെന്താ തൃശ്ശൂർ പൂരോ? 1 2 3 4 5 6. അയ്യോ, ഇതേ പറഞ്ഞ വേറെ പോകണം. ആനകളുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല നമ്മളെപ്പോലെ കിടിലൻ പേര്. ഇത് സോമൻ എന്നാ ഈ ആനയുടെ പേര്. അപ്പുറത്ത് സുരേന്ദ്രൻ. എൻ്റെ പേരുള്ള ആനയുണ്ടോ നോക്കട്ടെ. അത് മീന, അത് പെണ്ണാനയാണ് ഇതേ നിൽക്കുന്നത്. ഇത് സോമൻ്റെ പ്രായം നോക്കിയാൽ 75 വയസ്സുണ്ട്. നമ്മുടെ അപ്പൂപ്പൻ്റെയൊക്കെ പ്രായമുള്ള ആളാണ്. നമ്മൾ വളരെ ബഹുമാനത്തോടെ അങ്കിൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക്. ഇത് വളരെ ചെറുപ്പക്കാരനാണ്, 19 വയസ്സേ ഉള്ളൂ ഈ സുരേന്ദ്രന്. ഇവ 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞൊരു ആന, അയാൾ 6 വയസ്സേ ഉള്ളൂ, കുട്ടി ആനയാണ്. ആനകളൊക്കെ ഭക്ഷണം കഴിക്കണു, നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ?